ഒരു സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് നമ്മുടെ അതിൻ്റെ പോസ്റ്റ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ കാണുക എന്നൊക്കെ പറയും. എവിടെയാണ് സ്ട്രെയിൻ കൂടുതൽ അല്ലെങ്കിൽ എവിടെയാണ് സ്ട്രെസ്സ് കൂടുതൽ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോസസ്സിന് ശേഷം നമ്മുടെ അനാലിസിസിൻ്റെ ആ ഒരു കാൽക്കുലേഷനൊക്കെ ഇല്ലേ, അതിനൊക്കെ ശേഷമാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് ഇതേപോലത്തെ റിസൾട്ട് കിട്ടുന്നത്. ഇതൊക്കെ ഈ റിസൾട്ട് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്, അതിൻ്റെ പോസ്റ്റ് പ്രോസസ്സിങ് എന്നാണ്. ആ ഒരു സമയത്താണ് അതിനെ കാണാൻ പറ്റും. ഇങ്ങനെ റെഡ് വൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ആ രീതിയിൽ കളറൊക്കെ വന്നു കളർഫുള്ളായിട്ടുള്ള റിസൾട്ടിനെയാണ് നമ്മൾ കളർ കോണ്ടോഴ്സ് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. Okay, analysis and evaluation of the solution results is referred to as post processing. And അത് ഞാനിപ്പോൾ പറഞ്ഞ സാധനം തന്നെയാണ്. The post processor computer programs help the user to interpret the result by display them in graphical form. ഈ ഒരു ഗ്രാഫിക്കൽ ഫോമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ യൂസറിന് അതിൻ്റെ റിസൾട്ട്സ് അവർ പ്രോപ്പറായിട്ട് കാണിച്ചു തരും. അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്തുള്ള 2-3 ടൈപ്സ് ഓഫ് ലോഡ്സ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ നോക്കാം. ഒന്ന് പറയുന്നത് ഒരു ലോഡ്സ് ആക്ടിങ് ഓൺ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യാവുന്ന പലതരത്തിലുള്ള ഫോഴ്സുകൾ എന്തൊക്കെ നോക്കാം. ഒന്ന് പറയുന്നത് ബോഡി ഫോഴ്സ് ഉണ്ട്, ഒന്ന് ട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്, പിന്നെ പോയിന്റ് ലോഡുണ്ട്. പിന്നെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോഡി ഫോഴ്സ്. എ ബോഡി ഫോഴ്സ് ഇസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ എവറി എലമെൻറ്റ് വോളിയം ഓഫ് ദ ബോഡി. യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് വോളിയം. എക്സാമ്പിൾ സെൽഫ് വെയ്റ്റ് ഡ്യൂ ടു ഗ്രാവിറ്റി എഫക്റ്റ് കാരണം ഉണ്ടാവുന്ന ഒരു സെൽഫ് വെയ്റ്റ് ഇല്ലേ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ബോഡി തൂക്കിയിട്ട് അതിൻ്റെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് എന്ത്, ബോഡി ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ട്രാക്ഷൻ ഫോഴ്സ്. ട്രാക്ഷൻ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ട്രാക്ഷൻ ഫോഴ്സ് ഇസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി. ഒരു ബോഡിയുടെ സർഫസിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ഒരു ട്രാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ബട്ട് ഫോർ വൺ ഡയമെൻഷണൽ പ്രോബ്ലം യൂണിറ്റ് ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇവിടെ അവരെടുക്കുന്നത് വൺ ഡയമെൻഷണൽ പ്രോബ്ലംസിലത് അവരെടുക്കുന്നത് എന്താണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ട്രാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ബോഡിയിൽ മാത്രം ഉണ്ടാകുന്ന ഫോഴ്സിന്, അതൊക്കെയാണ് എന്ന് പറയുന്നത് ട്രാക്ഷൻ ഫോഴ്സ്. ബോഡിയിൽ ഉണ്ടാകുന്ന ഫോഴ്സസ് എന്തൊക്കെയാകാം, ഫ്രിക്ഷണൽ ഫോഴ്സസ് ആകാം, വിസ്കസ് ഡ്രാഗ് ആകാം. ഈ ഡ്രാഗ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഡ്രാഗ് ഇപ്പോൾ എയർ നമ്മുടെ കാറിൻ്റെ മുകളിൽ കൂടെ പോകുന്നു, അപ്പോൾ അതെന്താണ്, ഒരു ഡ്രാഗ് ഫോഴ്സാണ്. അപ്പോൾ അതൊരു ഡ്രാഗ് ഫോഴ്സ്. അപ്പോൾ എന്താണ്, സർഫസിലുണ്ടാവുന്ന അതിൻ്റെ ബോഡിയുടെ സർഫസിലുണ്ടാകുന്ന ഫോഴ്സ്, അതൊക്കെയാണ് എന്ത്, ട്രാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ലോഡ്. പോയിന്റ് ലോഡ് ഇസ് എ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ഒരു ബോഡിയിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലുണ്ടാവുന്ന ഫോഴ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പോയിന്റ് ലോഡ് എന്ന് നമ്മൾ പറയുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത് പി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഫൈനൈറ്റ് എലമെൻറ്റ് മോഡലിങ്ങിൻ്റെ അകത്ത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ അകത്തുള്ള ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഡിസ്ക്രിറ്റൈസേഷൻ ഓഫ് സ്ട്രക്ചർ ആൻഡ് നമ്പറിങ് ഓഫ് നോഡ്. ഈ ഡിസ്ക്രിറ്റൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് സെയിം സാധനമാണ്. ഒരു എലമെൻറ്റിനെ ചെറിയ ചെറിയ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ചെറിയ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്ന അതിനെ നമ്മൾ എന്ത് പറയും, എലമെൻറ്റ്സ് എന്ന് പറയും. ആ ഒരു എലമെൻറ്റ്സിൻ്റെ 4 സൈഡിൽ അല്ലെങ്കിൽ ഇപ്പം ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ്, ഇപ്പം ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ എലമെൻറ്റ്, ഇപ്പോൾ റെക്റ്റാങ്കുലർ എലമെൻ്റ് ആയിട്ടാണ്, ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിലായിട്ടാണ് ഞാനൊരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സർഫസ് അല്ലെങ്കിൽ ഏതൊരു പ്ലേറ്റിനെ ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഞാൻ എന്താ പറയുക, ഓരോ ചെറിയ റെക്റ്റാങ്കുലർ പീസ് വെച്ച് അങ്ങനെയാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ റെക്റ്റാങ്കിളിനകത്ത് എത്ര എഡ്ജസ് ഉണ്ട്, 4 എഡ്ജസ് ഉണ്ട്. അപ്പോൾ ഈ എഡ്ജസിൽ ഒരു റെക്റ്റാങ്കിളിൽ എത്ര കോർണേഴ്സ് ഉണ്ട്, 4 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 4 കോർണേഴ്സിലും എന്തുണ്ടാവും, നോഡുകളുണ്ടാവും അല്ലേ. അപ്പോൾ എത്ര നോഡുണ്ടാവും, ഒരു റെക്റ്റാങ്കുലർ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റിന് എത്ര നോഡുകളുണ്ടാവും, 4 നോഡുകളുണ്ടാവും. അതേപോലെ ഒരു ട്രയാങ്കുലർ എലമെൻറ്റിന് എത്ര നോഡുണ്ടാവും, 3 നോഡുണ്ടാവും. പിന്നെ ഡിസ്ക്രിറ്റൈസേഷൻ, ദ ആർട്ട് ഓഫ് സബ്ഡിവൈഡിങ് എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു എ കൺവീനിയൻറ്റ് നമ്പർ ഓഫ് സ്മോളർ കമ്പോണൻറ്റ് ഈസ് നോൺ ആസ് ഡിസ്ക്രിറ്റൈസേഷൻ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റാൻഡമായിട്ട് ഈ സിക്സാഗായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഒന്നും കാണത്തില്ല. ഇപ്പം
നമുക്കതിനെ കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കണ്ടുപിടിക്കാൻ എടുക്കുന്ന ഇക്വേഷൻ, അതിന് നമ്മൾ പുതിയ ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പം എന്താണ് ഒരു വല്ലാത്തൊരു ഷേപ്പ്, ഒരു ഇസഡ് ഷേപ്പിലൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇസഡ് ഷേപ്പിലുള്ള രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ ഇസഡിൻ്റെ കണ്ടുപിടിക്കാൻ, ആ ഒരു ഇസഡ് ഷേപ്പിലുള്ള എലമെൻറ്റിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഞാൻ സോൾവ് ചെയ്യണം. ഇപ്പോൾ വേറൊരിടത്ത് ഞാൻ സർക്കിൾ ഷേപ്പിലാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ പോയി സർക്കിളിൻ്റെ ഇക്വേഷൻ വെച്ച് സർക്കിളിൻ്റെ അകത്ത് എലമെൻറ്റിനെ സർക്കിൾ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാവുന്ന ഇക്വേഷനെ നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടോ, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷേപ്പിനും അതിൻ്റേതായ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. ഈ ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ചില എമൗണ്ട് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പം ട്രയാങ്കിളുടെ കാര്യം ഞാൻ പറഞ്ഞു, റെക്റ്റാങ്കിളുടെ കാര്യം പറഞ്ഞു. അതേപോലത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ഓൾറെഡി നമുക്ക് ഇക്വേഷൻസ് അറിയാവുന്ന ഷേപ്പുകൾ വെച്ചിട്ടാണ് ഒരു വസ്തുവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. കൺസിഡർ എ ബാർ as shown in the figure. The first step is to model the bar as a stepped shaft. Let us model the bar using a finite element, each having uniform cross section as shown in the figure. Every element consists 2 nodes. 5 elements, 6 node element are shown in the figure. അത് വേറെ ഒന്നുമില്ല, ഇങ്ങനത്തെ ഒരു സൈഡ് കേർവ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വസ്തുവാണ്. അതിനെ എനിക്ക് എന്തായിട്ട് മാറ്റണം, ഞാൻ പറഞ്ഞു ഇതിനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യണം. എന്ത് ചെയ്യണം, ഡിസ്ക്രിറ്റൈസ് ചെയ്യണം കേട്ടോ. ഇതിനെ ഞാൻ ഡിസ്ക്രിറ്റൈസ് ചെയ്യണം. ആ ഡിസ്ക്രിറ്റൈസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, അവർ പറഞ്ഞേക്കുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സ്റ്റെപ്പ് ചെറിയ രീതിയിൽ ഡിവൈഡ് ചെയ്യും. ഇതിനെ കണ്ടോ, ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഡിവൈഡ് ചെയ്യും, ഇവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തു. ഇത് ടോപ്പ് വ്യൂ ഇങ്ങനെ ആയിരിക്കുമല്ലോ കേട്ടോ. ഇതിപ്പം എന്ത് ടൈപ്പാണ്, ഇവിടെ ഒരു കൺസിഡർ ബാറാണ് പറഞ്ഞേക്കുന്നത്, ഒരു ബാർ ഷേപ്പിലുള്ളൊരു ഫിഗറാണ്. അപ്പോൾ അതിനെ നമുക്ക് ആ ഒരു ബാർ ഷേപ്പിലേക്ക് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഏറ്റവും ചെറിയ രീതിയിലുള്ളൊരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്ത്. അപ്പോൾ എത്ര എലമെൻറ്റുകളുടെ എണ്ണം, ഇവിടെ എത്ര എലമെൻറ്റ് മതിയായിരുന്നു, ഇവിടെ 1 2 3 4 5 എലമെൻറ്റിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സ്ട്രക്ചർ. പക്ഷേ ഇവിടെ സൈഡിൽ കുറച്ച് പ്രൊജക്ഷൻസ് ഉണ്ട്, നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എലമെൻറ്റുകളുടെ എണ്ണം കൂടണം. എലമെൻറ്റുകളുടെ എണ്ണം കൂടും, അതുവഴി നമുക്ക് നോഡുകളുടെ എണ്ണം കൂടും. ഈ നോഡുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, അതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, അതിന് വീണ്ടും സമയമെടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ സമയം എടുക്കും തോറും നമുക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ഫിഗറാണ്, ചെറിയ ഏതെങ്കിലും പാർട്ടാണ്, വലിയ നെഗ്ലക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള പാർട്ടാണെങ്കിൽ നമുക്കിങ്ങനെ ഏതെങ്കിലും പ്രോപ്പറായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. ഇതിനകത്ത് അവർ വേറൊരു കാര്യം പറയുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ടോപ്പ് വ്യൂ എന്തായിരിക്കും, സർക്കുലർ ഷേപ്പ് ആയിരിക്കും ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്, ഇവിടുന്ന് ഞാനിപ്പോൾ നോക്കുക, ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ സർക്കിളിന് എന്തായിരിക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിലിണ്ടർ, രണ്ടാമത്തെ സിലിണ്ടർ, മൂന്നാമത്തെ സിലിണ്ടർ, നാലാമത്തെ സിലിണ്ടർ, അഞ്ചാമത്തെ സിലിണ്ടർ കേട്ടോ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയാം, എന്നാലും ഒന്നുകൂടി പറയാം. നമ്മളിപ്പോൾ ഒരു പെൻസിൽ എടുക്കുക, നമ്മുടെ നോർമൽ പെൻസിൽ എടുക്കുക. ആ പെൻസിലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പായിട്ടുള്ള വസ്തുവിനെ എൻ്റെ ഏറ്റവും നല്ല കൺവീനിയൻ്റ് എന്ന് പറയുന്നത് അതിനൊരു 1D എലമെൻ്റായിട്ട് ഞാൻ അനാലിസിസ് നടത്തുക എന്നതാണ് എൻ്റെ ഏറ്റവും കൺവീനിയൻറ്റ്. അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചായിരുന്നു ഇതിൻ്റെ അകത്ത്. അല്ലാതെ ഞാൻ അവിടെ ചെന്നിട്ട് വേറൊരു 3D മെഷോ അതേപോലത്തെ ഒന്നും മെഷ് ഇട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരമാണ് കേട്ടോ. The element numbers are circled to distinguish them from node numbers. The cross-sectional area, traction forces and body forces are constant within each element, but these are different in magnitude from element to element. ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ എലമെൻറ്റിനും അതിൻ്റേതായ ട്രാക്ഷൻ ഫോഴ്സും അതിൻ്റേതായ ബോഡി ഫോഴ്സും കാരണം ബോഡി ഫോഴ്സസ് വരുമ്പോൾ എന്ത് പറ്റും, ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ തന്നെ സൈസ് വ്യത്യാസമല്ലേ. അപ്പം എന്തുണ്ടാകും, അതിൻ്റെ അകത്തുണ്ടാവുന്ന ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ബോഡി ഫോഴ്സസിന് വ്യത്യാസം ഉണ്ടാകും. ഓരോ എലമെൻറ്റിനും ഓരോ ട്രാക്ഷൻ ഫോഴ്സും ഓരോ ക്രോസ് സെക്ഷണൽ ഏരിയാസ് എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്പറിങ് ഓഫ് നോഡ്. ഇതിൻ്റെ അകത്ത്
ഇതിൻ്റെ അകത്ത് എന്താ ചെയ്തേക്കുന്നത്, ഇവിടെ അവർ കൺസിഡർ ചെയ്തേക്കുന്നത് ഒരു 1D എലമെൻറ്റ്. ഞാൻ പറയാം, ഒരു പെൻസിൽ, നമ്മുടെ നോർമൽ പെൻസിലാണെന്ന് വെച്ചോ ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഈക്വലായിട്ട് എത്ര എലമെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ ഞാൻ 1 2 3 4 5 ഭാഗങ്ങളായിട്ട് ഞാൻ എൻ്റെ പെൻസിലിനെ ഞാൻ ഡിവൈഡ് ചെയ്യുവാണേ. അപ്പോൾ എനിക്കെന്ത് 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഡിസ്ക്രിറ്റൈസേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡിസ്ക്രിറ്റൈസേഷൻ. അപ്പോൾ ഇങ്ങനെ പാർട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഈ ഓരോരോ പാർട്ടിനെ നമ്മൾ എന്ത് പറയും, എലമെൻറ്റ്സ് എന്ന് പറയും. ഒരിപ്പം ഇതാണ് എലമെൻറ്റ്സ് 1 2 3 4 5 എലമെൻറ്റ്. അപ്പം ഒരു എലമെൻറ്റ്, ഒരു 1D എലമെൻറ്റ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ 1D എലമെൻറ്റ്. ഒരു 1D എലമെൻറ്റ് നോഡ് എത്ര ഉണ്ട്, 2 നോഡുകൾ, രണ്ടറ്റത്തും 2 നോഡ്. രണ്ടാമത്തെ എലമെൻറ്റിൽ 1 2, അതിൻ്റെ രണ്ടറ്റത്ത് ഒരു എലമെൻറ്റ്, ഇതിൻ്റെ അകത്ത് രണ്ടറ്റത്ത് ഒരു. അപ്പം ഓരോ 1D എലമെൻറ്റിനും 2 നോഡ് ആണ് സാധാരണ ഉള്ളത്. അപ്പം 3 നോഡ് വരുന്ന എവിടെയാണ്, 3 നോഡ് വരുന്ന കേസുണ്ട്. ഇതിപ്പം നമ്മൾ എന്താണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത് വേറൊരു കേസുണ്ട്. വേറൊരു കേസിനകത്ത് ഇവിടെ ഒരു നോഡ് വരും, ഇവിടെ ഒരു നോഡ് വരും, ഇതിന് നടുക്കായിട്ട് വേറൊരു നോഡ് കൂടി വരും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ എൻ്റെ അകത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഓർഡർ നോഡ് എലമെൻ്റ് എന്ന് പറയത്തില്ലേ, ഫസ്റ്റ് ഓർഡർ എലമെൻറ്റ്, സെക്കൻഡ് ഓർഡർ എലമെൻ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് നമ്പറിങ് ഓഫ് നോഡ്. ഓരോ എലമെൻറ്റിനെ നമ്മൾ ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. ഇതൊന്നും നമ്മൾ അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കുകയൊന്നുമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ലോക്കൽ നമ്പറിങ്, ഒരു എലമെൻറ്റിന് 1 2. അപ്പോൾ ആ എലമെൻറ്റ്, ഓരോ എലമെൻറ്റിൽ എത്ര നോഡുണ്ട്, 1 2. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കണ്ടോ, 1 2 2 3 3 4 4 5 5 6. കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കോർഡിനേറ്റ് സിസ്റ്റം. എന്തിനാണ് ഒരു കോർഡിനേറ്റ് ഉപയോഗിക്കുന്നത്? കോർഡിനേറ്റ് ഉപയോഗിക്കുന്നത് ഒരു വസ്തുവിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സോളിഡ് ബോഡീനെ ഞാൻ സൈഡ് ആംഗിൾ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അതിൻ്റെ ഗ്ലോബൽ കോർഡിനേറ്റും അതിൻ്റെ ലോക്കൽ കോർഡിനേറ്റും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്ലോബൽ കോർഡിനേറ്റിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 2 ഡയമെൻഷണൽ ട്രയാങ്കുലർ എലമെൻ്റ് എടുത്തു. അതിൻ്റെ ഗ്ലോബൽ കോർഡിനേറ്റ് എന്തായിരിക്കും, ഈ ഒരു പോയിൻ്റ് ആയിരിക്കും അതിൻ്റെ ഗ്ലോബൽ കോർഡിനേറ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു പേപ്പറിൽ നമ്മൾ ആ ഒരു പടം, ഇങ്ങനെ ഇരിക്കുന്നൊരു പടം വരച്ച് കഴിഞ്ഞാൽ അവിടെ ആ സ്ട്രെയിറ്റ് ലൈൻ അതിൻ്റെ അകത്തുള്ള ഒരു പോയിൻ്റുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ഒരു അതിനാണ് നമ്മൾ ഗ്ലോബൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യണം. ഒന്നാമത്തെ എലമെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യാം. ഈ ഒരു എലമെൻറ്റ് ഇങ്ങനെ വരണമെങ്കിൽ, ഇങ്ങനെ ചരിഞ്ഞ് വരണമെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇതുണ്ട്. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഈ കർസർ ഇരിക്കുന്നത് ശ്രദ്ധിക്കുക, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ കോർഡിനേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലായിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത് എക്സ്, ഈ സൈഡ് വൈ എന്ന് പറയും, ഈ സൈഡ് വൈ എന്ന് പറയും. അപ്പോൾ അതേപോലെ നമ്മൾ ഇപ്പോൾ അഞ്ചാമത്തെ എലമെൻ്റ് എടുക്കുക. അപ്പോൾ അഞ്ചാമത്തെ എലമെൻറ്റിൽ ഇതിങ്ങനെ സപ്പോസ് 2 to 4 എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ എലമെൻറ്റ്. സപ്പോസ് ഒന്ന് അസ്യൂം ചെയ്യുക 2 to 4 എന്നാണ് ഇട്ടേക്കുന്നത്, ഒന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എക്സും ഇവിടുന്ന് മേളിലോട്ട് എന്തായിരിക്കും, വൈയും ആയിരിക്കും. അതാണ് ലോക്കൽ കോർഡിനേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഈ ഒരു ഫിഗറിൻ്റെ മൊത്തത്തിലുമുള്ള ഒരു കോർഡിനേറ്റിന് നമ്മൾ എന്ത് പറയും, ഗ്ലോബൽ കോർഡിനേറ്റ് എന്ന് പറയും. The points in the entire structure are defined using coordinate system is known as global coordinate system. പിന്നെ in finite element method, separate coordinates used for each element. It is very useful for deriving element properties, but the final questions are to be found by global coordinate system. ആദ്യം നമ്മൾ ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഓരോന്നിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയാം. എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നത്, അതിന് ഗ്ലോബൽ കോർഡിനേറ്റ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഫസ്റ്റ് എലമെൻറ്റ് കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്. 1 2 എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മുടെ എലമെൻറ്റ് എന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ എക്സ് ആക്സിസ് എങ്ങോട്ടായിരിക്കും, ഈ ഒരു എലമെൻറ്റ് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ എക്സ് ആക്സിസ് 1 2 അതിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ എക്സ് ആക്സിസ്.
1ൻ്റെ മുകളിലേക്ക് അങ്ങനെ ആയിരിക്കും എന്താണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്താണെന്ന് പറയുന്നത് ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ കാണിച്ചു തന്നത് കേട്ടോ. ഓരോ എലമെൻറ്റിൻ്റെ ലോക്കൽ കോർഡിനേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഷേപ്പ് ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഷേപ്പ് ഫംഗ്ഷൻ അഥവാ ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ? ഇതൊക്കെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റിനകത്ത് വരുന്നതാണ്. ഒരു ഷേപ്പ് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ഇവിടെ 4 സൈഡിൽ, ഇപ്പോൾ 3 സൈഡിലും എന്തുണ്ട്, നോഡുകളുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഇതിൻ്റെ നടുക്ക് എന്താ പറയുക, നടുക്ക് ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു പോയിൻറ്റിൻ്റെ വാല്യൂസൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അതിനെ ഇൻ്റർപൊളേറ്റ്, ഇവിടെ മുകളിലത്തുള്ളതും ഇവിടെ താഴെയുള്ള നോഡിനെ ഇൻ്റർപൊളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ നടുക്കുള്ള പോയിൻറ്റിൻ്റെ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഷേപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. The shape function is also called interpolation function and coordinate function. The shape function is a function which interpolates the solution between discrete values obtained at node. The shape function is used to express the geometry or shape of the element. Okay. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു 3 നോഡഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, the nodes are exterior at any point within the element. The field variables are described by the following approximate relation, that is phi into xy is equal to n1 into xy phi1 പ്ലസ് n2 ഇൻറ്റു എക്സ് വൈ ഫൈ ടു പ്ലസ് n3. ഇതൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, ഈ ഒരു ഇക്വേഷൻ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് എഴുതി വയ്ക്കാവുന്നേ ഉള്ളൂ. phi1 phi2 phi3 എന്ന് പറയുന്നത് ഫീൽഡ് വേരിയബിൾ, n1 n2 n3 എന്ന് പറയുന്നത് ഷേപ്പ് ഫംഗ്ഷനാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഈ ഷേപ്പ് ഫംഗ്ഷനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. The shape function has a unit value at one nodal point and 0 value at other nodal point. ഒരു പോയിന്റിൽ ചിലപ്പോൾ എന്താണ് ഒരു 0 വാല്യൂ ആയിരിക്കും, മറ്റൊരു പോയിൻ്റിൻ്റെ അകത്ത് 1 ആയിരിക്കാം. നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണും. ഇതിൻ്റെ n1ൻ്റെയും n2ൻ്റെയും ഇക്വേഷൻ സോൾവ് ചെയ്യുന്നൊരു മെത്തേഡുണ്ട് അടുത്തത്. അപ്പോൾ അപ്പോഴും നമുക്ക് കാണിച്ചു തരാം. ഈ n1 എന്ന് പറയുന്നത് ഷേപ്പ് ഫംഗ്ഷനും u എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷനാണ്. In one dimensional problem for a two noded bar element എന്ന് പറയുന്നത് എന്തായിരിക്കും, 1D element problems ആയിരിക്കും. Element shown in the figure. The displacement at any point within the element is given by u is equal to n1 u1 plus n2 u2 എന്നാണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ. മനസ്സിലാക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന u എന്ന് പറയുന്നത് n1 u1 പ്ലസ് n2 u2. This can be written as u is equal to n1. അതിനെന്ത് ചെയ്തു, ഇതിനെ ഞാനതിൻ്റെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുക. മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുമ്പോൾ n1 n2 ഇൻറ്റു u1 u2, n1ന് n2 ഇൻറ്റു u1 u2. ഇതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എങ്ങനെ കിട്ടി, n1 ഇൻറ്റു u1 പ്ലസ് n2 ഇൻറ്റു u2. അപ്പോൾ എന്ത് കിട്ടി എനിക്ക് വീണ്ടും അത്. ഇതിന് നമ്മൾ മെട്രിക്സിൻ്റെ രീതിയിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സം ഓഫ് ദ ഷേപ്പ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഷുഡ് ബി ഫൈനൈറ്റ് വിത്തിൻ ദ എലമെൻറ്റ്. അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ n1ഉം n2ൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതിനെ നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഏത് ടൈപ്പ് എലമെൻ്റാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് നോട്ട്സുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സെലക്ട് ദ എലമെൻറ്റ്, ഡെറിവേഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ u ആൻഡ് ഷേപ്പ് ഫംഗ്ഷൻ n ഫോർ 1D ബാർ എലമെൻറ്റ്. സൈഡിൽ ലീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലീനിയർ എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീനിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ മാത്രമേ നോഡുകളുള്ളൂ, 2 അറ്റത്ത് മാത്രമേ നോഡുകളുള്ളൂ. ഇപ്പോൾ ലീനിയറിന് പകരം അവർ പറയുമോ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ അകത്ത് ഇട്ടേക്കുക. അപ്പോൾ എത്ര നോഡ് വരും, 1 2, ഇവിടെ നടുക്കൊരു നോഡൂടെ വരും, 2 3 നോഡുകളാണ് അവിടെ വരുന്നത്. ഹിയർ വി ആർ കൺസിഡറിങ് എ ബാർ എലമെൻറ്റ്,
So we choose 1D linear element. Represent the bar by labeling nodes at each end and in general by labeling the element number. ഇവിടെ 1 എന്ന് പറയുന്ന നമ്പർ ഇട്ട് ഒരു റൗണ്ട് ചെയ്തിടുക. അതിനെയാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത്. എലമെൻറ്റിൻ്റെ നമ്പർ കൂടി ഇടാനാണ് പറഞ്ഞത്. 1 2 ഇതിന് ഈ എലമെൻറ്റിൻ്റെ ടോട്ടൽ ലെങ്തിനെ നമ്മൾ L എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യും. ഈ ടോട്ടൽ എലമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, 1 എന്ന് പറയുന്ന 1ൻ്റെ അവിടെ ഒരു വട്ടമാണ്, ഒരു സർക്കിളിനകത്ത് 1 ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, അതിന് എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. നമ്മൾ മുകളിൽ നമ്മൾ കണ്ടില്ലായിരുന്നു കേട്ടോ. 3 എന്ന് പറയുന്ന എലമെൻറ്റാണ്, 4 എന്ന് പറയുന്ന എലമെൻറ്റ്. അതേപോലെ നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ്റെ അകത്ത് വന്നപ്പോഴും എന്ത് ചെയ്തു, എത്ര എലമെൻ്റ് ഉണ്ട്, സോറി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കുലർ എലമെൻ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ സിംഗിൾ എലമെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഇതല്ല നമ്മൾ കാണിക്കേണ്ടത്, ഇതാണ് നമ്മൾ പറയുന്നത് 1D എലമെൻറ്റ്. ഒരു എലമെൻറ്റ്, 2 എലമെൻറ്റ്, 3 4 5 എലമെൻറ്റ്. ഈ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, സെലക്ട് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ, അസ്യൂം എ ലീനിയർ. നമുക്കിനി എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നമുക്ക് ആ U1 N1 U1 പ്ലസ് N2 U2 ഇല്ലേ, ആ ഒരു ഇക്വേഷനിലേക്ക് എത്തുകയാണ് നമ്മുടെ ആവശ്യം. അസ്യൂം എ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് വേരിയേഷൻ എലോങ് എക്സ് ആക്സിസ് ഓഫ് ദ ബാർ. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു U എന്ന് പറയുന്നത് U ഈസ് ഈക്വൽ ടു ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ, ഒരു ഫസ്റ്റ് ഓർഡർ എലമെൻറ്റിൻ്റെ ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡർ എലമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ 2 നോഡ് മാത്രമുള്ള കേസിനെ പറ്റി പറയുന്നതിനാണ് ഫസ്റ്റ് ഓർഡർ എലമെൻറ്റ്. ഇപ്പോൾ നടുക്കൂടെ ഒരു നോഡ് വരിക, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ മാറുന്നു. ഇപ്പോൾ A0 പ്ലസ് A1x പ്ലസ് A2x² എന്ന് വരും. അതാണ് സെക്കൻഡ് ഓർഡർ എലമെൻറ്റ്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് എലമെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലീനിയർ എലമെൻ്റ് ആണ്. ലീനിയർ എലമെൻ്റ് എന്ന് പറയുമ്പോഴുള്ള ഇക്വേഷനാണ് U is equal to A0 പ്ലസ് A1x. ഹിയർ വി ചൂസ് 1D എലമെൻറ്റ് എന്ന് പറയുന്നത് ലീനിയർ എലമെൻ്റ് ആണ്. ഇവിടെ ഈ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഏത് ഡയറക്ഷനിലാണ് അത് പോകുന്നത്, അതിൻ്റെ നിൽക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എക്സ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഓർഡർ കണ്ടോ, ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ N-1. N എന്ന് വെച്ചാൽ എന്താണ്, നമ്പർ ഓഫ് നോഡ്. 2 - 1 കണ്ടോ, 1. അപ്പോൾ ഇതെന്ത് ടൈപ്പ് എലമെൻ്റ് ആണ്, ഫസ്റ്റ് ഓർഡർ എലമെൻ്റ് ആണ്. ഇപ്പോൾ N ഇപ്പോൾ 3 ആണ്, നമ്പർ ഓഫ് എലമെൻറ്റ് 3, നമ്പർ ഓഫ് നോഡ് 3. 3 - 1 എത്രയാണ്, 2. ഇപ്പോൾ 2 വരുന്ന കേസ് ഏതാണ്, സെക്കൻഡ് ഓർഡർ എലമെൻറ്റ്. ഇപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഏതാണ്, നമുക്ക് ഏത് ഇതിലാണ് എടുക്കേണ്ടതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് നോഡിൻ്റെ എണ്ണം വെച്ച് സെക്കൻഡ് ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ എ മെട്രിക്സ് ഫോം. നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, 1 മെട്രിക്സ് 1 x A0 A1 1x 1 ഇൻറ്റു A0 എന്ന് വെച്ചാൽ A0 പ്ലസ് x ഇൻറ്റു A1 എന്ന് വെച്ച് കഴിഞ്ഞാൽ A1x. ഇതിനെ ഞാൻ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ A0 A1ൻ്റെ ട്രാൻസ്പോസ് എടുത്ത് ഞാൻ വീണ്ടും റീഅറേഞ്ച് ചെയ്യാം. U is equal to 1x A0 A1 ട്രാൻസ്പോസിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ T ആണ് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ. To express U as a function of nodal displacement, we consider U1 and U2. At node 1 x is equal to 0 and U is equal to U1. At node 1ൽ x എന്ന് പറയുന്നത് എന്താണ്, x എന്ന് വെച്ചാൽ വലത്തോട്ട് അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ x എന്ന് പറയുന്നത്. അപ്പോൾ x അങ്ങോട്ട് കൂടുന്നവരെ എന്താണ്, എക്സിൻ്റെ വാല്യൂസും വ്യത്യാസമായിരിക്കും. ഇവിടെ 0 1 2 3 അങ്ങനെയല്ലേ പോകുന്നത്. ഇവിടെ ലെങ്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, L എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം U എന്ന് പറയുന്നത് എന്താണ്, U എന്ന് വെച്ച് കഴിഞ്ഞാൽ U1 ആണ്. എക്സ് എത്രയാണ്, അതിൻ്റെ പൊസിഷൻ, ഫസ്റ്റ് നോഡിൻ്റെ പൊസിഷൻ 0 തന്നെയാണ്, അതാണ് എക്സ് 0. അതിനെ ഞാൻ ഏത് ഇക്വേഷൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു, നമ്മുടെ ബേസിക് ഇക്വേഷൻ്റെ അകത്ത് U is equal to A0 പ്ലസ് A1x എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ U1 ആണ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അതിന് നമ്മൾക്ക് യുവിന് ഞാൻ എന്ത് വാല്യൂ ഇട്ട് കൊടുക്കും, U1 എന്നിട്ട് കൊടുത്തു.
നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ്? യു ഇസിക്വൽ ടു a0 പ്ലസ് a1x. ഞാൻ പറഞ്ഞു ഫസ്റ്റ് കേസ് വരുമ്പോൾ u1 എന്ന് വെച്ചാൽ 1 u1, അപ്പോൾ ഇവിടെ എന്ത് പറയും? u1 ആകും. അതേപോലെ എക്സ് എന്താണ്? ഫസ്റ്റ് നോഡ് ഇരിക്കുന്ന പൊസിഷൻ എന്താണ്? 0. അപ്പോൾ ഈ വാല്യൂ a1x എന്ത് വാല്യൂ ആയിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ u1 ഇസിക്വൽ ടു a0 എന്ന് നമുക്ക് ഇവിടെ കിട്ടും. a0 ഇസിക്വൽ ടു u1 അല്ലെങ്കിൽ u1 ഇസിക്വൽ ടു a0 എന്ന് കിട്ടും. സിമിലർലി എക്സ് ഈസിക്വൽ ടു എൽ. നമ്മളിവിടെ എക്സിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, എൽ എന്നാണ് തന്നിട്ടുള്ളൂ, വേറെ ഒന്നും തന്നിട്ടില്ല. ഇവിടുന്ന് സ്മോൾ ലെറ്റർ എൽ ആണ്. പിന്നെ യു ഈസിക്വൽ ടു u2. രണ്ടാമത്തെ നോഡ് ഇരിക്കുന്ന സ്ഥലം എന്താണ്? യു. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷനാണ് u2. അപ്പം അതേ കേസ് ഞാൻ എന്ത് ചെയ്തിട്ടു? നമ്മുടെ ബേസിക് ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ്റെ അകത്തിട്ടു. എക്സിൻ്റെ ലെങ്ത് അവിടെ തന്നിട്ടില്ല, എൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എക്സ് എന്താണ്? എൽ ആയിട്ട് മാറും, a1 എൽ. യു എന്തായിട്ട് മാറും? രണ്ടാമത്തെ നോഡ്, അറ്റത്തുള്ള നോഡ് u2 എന്ന് പറയുന്നത് u2 ആവും. അപ്പോൾ u2 ഈസിക്വൽ ടു a0 പ്ലസ് a1 ഇൻറ്റു മൊത്തത്തിലുള്ള ലെങ്ത് എത്രയാണ്? എൽ, a1 എൽ. u2 ഈസിക്വൽ ടു a0 പ്ലസ് a1 എൽ. വി നോ ദാറ്റ് a0 ഈസിക്വൽ ടു u1. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? u2 ഈസിക്വൽ ടു u1 പ്ലസ് a1 എൽ. കണ്ടോ എങ്ങനെ വരുന്നതുണ്ടോ? ഇനി ഞാൻ ഇക്വേഷൻ വീണ്ടും ഡിറൈവ് ചെയ്യുക, അതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യുക. വീണ്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എ എന്ന് പറയുന്നത് എ ഈസിക്വൽ ടു u2 മൈനസ് u2 മൈനസ് ഈ u1 ഇവിടെ വരുന്നത് u2 മൈനസ് u1. പിന്നെ എ മാത്രം, എയുടെ ടേംസിലാണ് എനിക്ക് ഇക്വേഷൻ വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്താ? u2 മൈനസ് u1 ബൈ എൽ എന്ന് നമുക്ക് കിട്ടും. അപ്ലൈ a0 ആൻഡ് a1 ഇൻ മെയിൻ ഇക്വേഷൻ. ഇനി എനിക്കിവിടെ a1 കിട്ടി, മുകളിൽ എന്ത് കിട്ടി? നമുക്ക് a0 കിട്ടി. അതിനെ ഞാൻ ഏത് ഇക്വേഷൻ ഇട്ട് കൊടുക്കും? നമ്മുടെ മെയിൻ ഇക്വേഷൻ ഏതാ? നമ്മുടെ മെയിൻ ഇക്വേഷൻ ഇതാണ്. ആ ഒരു മെയിൻ ഇക്വേഷൻ്റെ അകത്ത് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ വരും? a0 എന്ന് നമ്മൾ സോൾവ് ചെയ്തെടുത്തു, u1 എന്ന് സോൾവ് ചെയ്തെടുത്തു. അതേപോലെ a1 എന്ന് പറയുന്നത് എവിടെ നിന്ന്? u2 മൈനസ് u1 ആണ്, u2 മൈനസ് u1 ബൈ എൽ ഇൻറ്റു എക്സ്. ഇതിനെ ഞാൻ വീണ്ടും റീഅറേഞ്ച് ചെയ്യുക. വേറൊന്നുമല്ല, യു ഇസുകൾ അവിടെ വെളിയിൽ തന്നെ വെച്ചു, u1 പ്ലസ് ഈ ബ്രാക്കറ്റിനെ ഞാനൊന്ന് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? u2 ഇൻറ്റു എക്സ് ബൈ എൽ മൈനസ് u1 ഇൻറ്റു ഇത് ഭാഗത്തേക്ക് കയറി u1 ഇൻറ്റു എക്സ് ബൈ എൽ. അപ്പോൾ യു ഇസിക്വൽ ടു u1 മൈനസ് u1 ഇൻറ്റു എക്സ് ബൈ എൽ പ്ലസ് u2 ഇൻറ്റു എക്സ് ബൈ എൽ. അതിൻ്റെ അത് നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഇതെടുക്കുക. u1 എന്താണ് ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്? ഇവിടെ ഒരു u1ൻ്റെ ടൈം ഉണ്ട്, ഇവിടെ ഒരു u1ൻ്റെ ടൈം ഉണ്ട്. എങ്കിൽ ഞാൻ എന്ത് ചെയ്തു? അതിനെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അതിൻ്റെ u1നെ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കും. ഇവിടുന്ന് u1 പോയാൽ എന്തുണ്ട്? ഈ ഒരു ടൈമിൽ നിന്ന് u1 പോയി കഴിഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? അവിടെ 1. അപ്പോൾ 1 അവിടെ നിന്ന് എടുത്തു. പിന്നെ മൈനസ് u1 എക്സ് ബൈ എല്ലിൻ്റെ അകത്തു നിന്ന് u1 എടുത്ത് മാറ്റി കഴിഞ്ഞാൽ മിച്ചം എന്തുണ്ട്? മൈനസ് എക്സ് ബൈ എൽ. അപ്പോൾ 1 മൈനസ് എക്സ് ബൈ എൽ ഇൻറ്റു u1 പ്ലസ് എക്സ് ബൈ എൽ ഇൻറ്റു u2. നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് ബൈ എല്ലും എക്സ് ബൈ എൽ ആണ് ഇവിടുത്തെ ഷേപ്പ് ഫംഗ്ഷൻ. അതിനെ കുറച്ചും കൂടി രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് ബൈ എൽ എന്ന് പറയുന്നത് n1 ആയിട്ടും എക്സ് ബൈ എൽ എന്ന് പറയുന്നത് n2 ആയിട്ടുമാണ് സാധാരണ എടുക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ഫോർ എ 1D എലമെൻ്റ് എന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടം വരെയാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്. സോറി, അവിടം വരെയല്ല, നമ്മുടെ മറ്റേ n1 n2 എന്ന് പറയുന്ന ആ രീതിയിൽ എത്തിക്കണം. വെൻ വി റൈറ്റ് ഇറ്റ് ഇൻ ദ മെട്രിക്സ് ഫോം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മെട്രിക്സ് ഫോമിലേക്ക് നമ്മൾ വീണ്ടും അതിനെ മാറ്റി എഴുതുക. അപ്പോൾ എന്ത് 1 മൈനസ് എക്സ് ബൈ എൽ പിന്നെ എക്സ് ബൈ എൽ ഇൻറ്റു മെട്രിക്സ് ഓഫ് u1 u2. സെയിം മെത്തേഡാണ്, നമ്മുടെ ബേസിക് മെത്തേഡുകൾ തന്നെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? അതിനെ മാറ്റി. ഞാൻ പറഞ്ഞു 1 മൈനസ് എക്സ് ബൈ എല്ലിനെ n1 ആയിട്ടും പറയും, എക്സ് ബൈ എല്ലിനെ n2 ആയിട്ട് പറയും. n1 n2നെ ഞാൻ എന്താക്കി? ഈ ഒരു ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? n1 n2 ഇൻറ്റു u1 u2. ഈ ഒരു മെട്രിക്സിനെ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സ് n1 n2 ഇൻറ്റു മെട്രിക്സ് u1 u2 അതിനെ ഞാൻ എന്താണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ മുകളിലുള്ളൊരു ഇക്വേഷനിലാണ് കണ്ടോ, n1 u1 പ്ലസ് n2 u2യിലേക്ക് വരുന്നതാണ്. അതാണ് അവിടെ കാണിച്ചേക്കുന്നത്. ആ രീതിയിലേക്ക് നമുക്ക് എത്തും. n1 n2 ആർ നോൺ ആസ് ഷേപ്പ് ഫംഗ്ഷൻ. ഇപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
വാല്യൂസ് ഓഫ് n1 ഗ്രാജുവലി റെഡ്യൂസസ് ടു 0. ഇപ്പം എന്താണ് ഇപ്പം നമ്മുടെ n1 വാല്യൂ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ n 1-ൽ നിന്നും 0-ലേക്ക് വരും. അപ്പം ഈ ഷേപ്പ് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ ഷേപ്പിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഷേപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ അതിൻ്റെ കൂടെ എന്താണ് വരച്ചു ഒഴിക്കണം. ഈ ഒരു 3 ഫിഗറും അതിൻ്റെ അകത്തുള്ള വരുന്നതാണ്. ഇത് കോർഡിലേറ്ററൽ എലമെൻറ്റിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ കേസ്, 2 ട്രയാങ്കുലർ എലമെൻറ്റിൻ്റെ കേസ്. ഫോർ ഹയർ ഓർഡർ എലമെൻറ്റ് ക്വാഡ്രാറ്റിക് എലമെൻറ്റ് അഥവാ എന്ത് പറയും, സെക്കൻഡ് ഓർഡർ എലമെൻറ്റ്. ഇതാണ് ഹയർ ഓർഡർ എലമെൻറ്റ്. കണ്ടോ, ഇപ്പോൾ എത്ര പേരുകൾ വന്നു? ഹയർ ഓർഡർ വന്നു, സെക്കൻഡ് ഓർഡർ എന്ന് പേര് വന്നു, ക്വാഡ്രാറ്റിക് എലമെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴുള്ള ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പേര് വരും. അപ്പം അതിനനുസരിച്ച് ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഹിയർ വി ആർ കൺസിഡറിങ് എ ബാർ എലമെൻറ്റ് u1 u2 u3. കണ്ടോ, നടുക്ക് കണ്ടോ ഒരു എലമെൻറ്റ് ഒരു നോഡ് വന്നേക്കുന്നുണ്ടോ? അപ്പം അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എക്സ് എന്ന് പറഞ്ഞാൽ 0, u2-ൻ്റെ പൊസിഷൻ എന്ന് വെച്ചാൽ l/2, അവസാനത്തെ u3-യുടെ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ l. അപ്പോൾ ഹിയർ വി ആർ കൺസിഡറിങ് എ ബാർ എലമെൻറ്റ് വിത്ത് നോഡ്സ് 1 2 3. സിൻസ് ദ എലമെൻറ്റ് ഹാസ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇറ്റ് ഹാസ് 3 ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അതാണ് a0 a1 a2. അപ്പോൾ a0 എന്നാണ് ഞാൻ പറഞ്ഞു, സെക്കൻഡ് ഓർഡർ കേസ് വരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇക്വേഷൻ്റെ ചേഞ്ചാണ് നമ്മളിവിടെ കാണിക്കുന്നത്. u a0 പ്ലസ് a1x പ്ലസ് a2x². സെക്കൻഡ് ഓർഡർ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലാർജസ്റ്റ് എന്താണ് പവറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലാർജസ്റ്റ് പവർ എന്താണ്? 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർഡർ എലമെൻറ്റ്. കൺവേർട്ട് ദ എബോവ് ഇക്വേഷൻ ഇൻറ്റു മെട്രിക്സ് ഫോം. ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ മെട്രിക്സ് ഫോമിലേക്ക് നമ്മളതിനെ മാറ്റി. അപ്പോൾ അതിനെ നമുക്ക് സെയിം മെത്തേഡ്, സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. 2-3 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ്. അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് x ഈസ് ഈക്വൽ ടു 0, x ഈസ് ഈക്വൽ ടു l/2 ആൻഡ് x ഈസ് ഈക്വൽ ടു 1. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ്റെ അകത്തിട്ട് കൊടുക്കുകയാണ്. ബൗണ്ടറി കണ്ടീഷൻ ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പോകും. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, എപ്പോഴാണ്? u1-ൻ്റെ കേസ് നമുക്ക് നോക്കാം. u1 എന്ന് പറയുന്നത് a0 തന്നെ ആയിരിക്കും. u1 എന്ന് പറയുന്നത് എന്താണ്? a0 തന്നെ. എക്സ് ഈസ് ഈക്വൽ ടു 0, ഇത് 0 ആവും, ഇത് 0 ആവും. അപ്പോൾ എന്താണ്? u1 ഈസ് ഈക്വൽ ടു a0. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു l/2. ഇവിടെ l/2 ഇട്ട് കൊടുക്കും, ഇവിടെയും l/2 ഇട്ട് കൊടുക്കും. ഇത് ഞാൻ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. അതേപോലെ മൂന്നാമത്തേൻ്റെ അകത്ത് l ഇട്ട് കൊടുക്കുമ്പം u3 ഈസ് ഈക്വൽ ടു a0 പ്ലസ് a2l പ്ലസ് a2l². അങ്ങനെ ഇത്രയും ഇക്വേഷൻ എനിക്ക് ഇവിടുന്ന് കിട്ടി. ഇനി ഞാൻ ആ ഇത്രയും 3 ഇക്വേഷന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വീണ്ടും അതിനെന്ത് ചെയ്തു? ഞാൻ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി. ഇതിൻ്റെ അകത്ത് ഇതേപോലെയാണ്. ചില സാധനത്തിന് നമ്മൾ വീണ്ടും മെട്രിക്സ് ഫോമിലേക്ക് മാറ്റും, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കും. അങ്ങനെയൊക്കെയാണ് ഈ FEM-ൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ഡെറിവേഷൻസും എല്ലാം. റൈറ്റ് ദ പ്രീവിയസ് ഇക്വേഷൻ ഇൻ മെട്രിക്സ് ഫോം. നമ്മൾ നേരത്തുള്ള ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു? അതിന് ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തേ. അപ്പം u1 ഈസ് ഈക്വൽ ടു മെട്രിക്സ് u1 u2 u3 ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 0 0 1 l/2 l²/4 1 l l². അത് വേറെ ഒന്നുമില്ല, നിങ്ങൾ ഈ തന്നെ അറേഞ്ച് ചെയ്തങ്ങ് എഴുതിയാൽ മതി. കണ്ടോ, l/2 l²/4 l² l² l 1. കണ്ടോ, 1 l l², 1 l l². പിന്നെ എയുടെ ടൈം എവിടെ കിടക്കുന്നത്? കണ്ടോ, a3. ഇതിനെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? താഴത്തെ ടൈം നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a ഇൻറ്റു a1. സോറി, ഇവിടെ a0 ആണ് കേട്ടോ വരേണ്ടത്. ഇവിടെ a0 ആയിരുന്നു വരുന്നത്. സോറി, a0 ആയിരുന്നു വരേണ്ടത്. സോറി, ഇവിടെ a0 a1 a2 a0 a1 a2 ആണ് ഇവിടെ വരേണ്ടത് കേട്ടോ. a0 a1 a2. അപ്പോൾ a0 a1 a2 ഈസ് ഈക്വൽ ടു 1 1 1. അതിനെ ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ സാധാരണ ഒരു മെത്തേഡിലിട്ട് ഞാൻ a1 a2 a3യുടെ ടേംസിൻ്റെ അകത്ത് അല്ല, a0 a1 a2ൻ്റെ ടേംസിൽ എനിക്ക് കാണിക്കണം. അതിനെ ആ രീതിയിൽ എനിക്ക് തന്നെ എന്ത് ചെയ്യാം? അതിനെ കാണിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ടേംസിലാണ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ചെയ്യണം. അപ്പം
സെയിം നമ്മുടെ പണ്ട് തൊട്ടുള്ള നമ്മൾ ചെയ്യുന്നത് എ ഇഫ് എ ഇസികളുടെ ബി ഇൻറ്റു സി ആണെങ്കിൽ സിയുടെ ടൈമിൽ കണ്ടുപിടിക്കേണ്ടത് എ ബൈ ബി. അപ്പോൾ നമുക്കതിന് സിയിൽ നമുക്ക് അങ്ങനെ ഒന്നുകൂടെ എഴുതാൻ പറ്റും. സി ഇസികളുടെ എ ബി ഇൻവേഴ്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. A1 A2 A3 ഇസികൾ ടു U1 U2 U3. പിന്നെ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു മെട്രിക്സിൻ്റെ ഒരു മെത്തേഡുണ്ട്. അത് നിങ്ങൾ ഡിറൈവ് ചെയ്യാൻ നിൽക്കേണ്ട. അപ്പോൾ ഇതാണ് ഡയറക്റ്റായിട്ട് നമുക്ക് ഇത് എഴുതി വയ്ക്കാൻ പറ്റും. -3l/l 4/l -1/l 2/l² -4/l², 2/l². ഓക്കെ, അതാണ് അവിടെ വരുന്നത്. Put 5 in 1 we get. ഇപ്പം ഇതൊരു ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടി? A1 A0 A1 A2 നമുക്ക് കിട്ടി. A0 A1 A2. അതിനെ ഞാൻ ഏതിലേക്ക് ഇട്ട് കൊടുത്തു? ഞാൻ അതിൻ്റെ മുകളിലത്തെ ഇക്വേഷനിലേക്ക് ഞാനിവിടെ A0 A1 A2 ആ ഒരു ഇക്വേഷനിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണേ. അതിൻ്റെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കതിൻ്റെ ഫോമിനെ നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ ഒരു രീതിയിൽ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. ഏതാണ്? മുകളിലത്തുള്ള അതേ സാധനം ഞാനിവിടെ താഴോട്ട് എടുത്തിട്ടു. അത്രയേ ഉള്ളൂ. സാധാരണ രീതിയിൽ എന്ന് വെച്ചാൽ 1x(x²) A0 A1 A2 ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചു A0 A1 A2 എന്താണെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെടുത്ത് ഞാൻ എന്ത് ചെയ്തു? അതിനെ ഞാൻ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു? അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് ചെയ്തു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതിനെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഈ രണ്ട് ടേമിനെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിനെ നമ്മൾ നേരത്തെ 1 - x/l നമ്മൾ എന്താ പറഞ്ഞത്? n1ഉം പിന്നെ x/l നമ്മൾ എന്താ പറഞ്ഞത്? x/l നമ്മൾ n2 എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഈ ക്വാഡ്രാറ്റിക് മെത്തേഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ടൈപ്പ് എലമെൻറ്റിൻ്റെ അകത്ത് ഉള്ള സാധനത്തിനെ നമ്മൾ എന്ത് പറയും? ഇതിന് n1, ഇത്രയും ടൈമിന് n1 എന്ന് പറയും, ഇതിന് ഇത്രയും ടൈമിന് n2 എന്ന് പറയും, ഇത്രയും ടൈമിന് n3 എന്ന് പറയും. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഇങ്ങനത്തെ ക്വാഡ്രാറ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് നമുക്ക് കിട്ടും കേട്ടോ. n1 n2 n3 ആ ഇക്വേഷനാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതി. ഇതിനെയല്ല, ഞാൻ ഈ n1 n2ന് ഞാൻ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് n1 n2 n3 ഇൻറ്റു മെട്രിക്സ് U1 U2 U3 അതാണ് തന്നേക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ n1 U1 + n2 U2 + n3 U3. ഫോർ ദ ഗീവൺ ഫിഗർ ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് 25 mm അസ്യൂമിങ് ദ ഡിഫ്ലക്ഷൻ ആസ് ലീനിയർ. കണ്ടോ, ലീനിയർ എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ലീനിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1D എലമെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. 2 നോഡും 1 എലമെൻ്റ് ഉണ്ടെന്ന് പറയാം. U വാല്യൂസ് എത്ര ഉണ്ടാവും? 2 U വാല്യൂസ് ഉണ്ടെന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ വരണം കേട്ടോ. U1 തന്നിട്ടുണ്ട്. U1 എന്ന് പറയുന്നത് ഇവിടുത്തെ നോഡ് U1 എന്ന് പറയുന്നത് 0, ഇവിടുത്തെ നോഡ് U2 എന്ന് പറയുന്നത് 10 μm ആണ്. അല്ലെങ്കിൽ മൈക്രോമീറ്റർ ആണ് ഇവിടെ തന്നേക്കുന്നത്. മൈക്രോമീറ്ററാണ് നിങ്ങളിവിടെ തന്നേക്കുന്നത്. യൂണിറ്റ് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ കേട്ടോ. ഫോർ ദ ഗീവൺ ഫിഗർ ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് 25 mm അസ്യൂമിങ് ദ ഡിഫ്ലക്ഷൻ ആസ് ലീനിയർ. ക്വസ്റ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 100 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എലമെൻറ്റ്. U1 അറിയാം, U2 അറിയാം. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു 1D എലമെൻറ്റിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? 1D എലമെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ഫോർ 1D എലമെൻറ്റ്. അപ്പോൾ അതിന് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ലീനിയർ എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഗിവൺ ദ ലീനിയർ 1D എലമെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ഫോർ ലീനിയർ 1D എലമെൻറ്റുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു. ഫ്രം ദ ഫിഗർ വി നോ ദാറ്റ് നമുക്ക് എന്തൊക്കെ അറിയാം? U1 അറിയാം, U2 വാല്യൂ നമുക്കറിയാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ യൂണിറ്റ് കൺവേർഷൻ നമ്മൾ നടത്തിയിരിക്കണം. ടു ഡിസ്പ്ലേസ്മെൻറ്റ് U അറ്റ് 25 mm വി നീഡ് ടു ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 25 mm. ഇപ്പോൾ എക്സ് വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് വാല്യൂ ഡിഫ്ലക്ഷൻ അറ്റ് 25 mm എന്ന് പറയുന്നത്, ഡിഫ്ലക്ഷൻ അറ്റ് 25 എന്ന് പറയുമ്പോൾ
ഈ ഇവിടുത്തെ 25 mm ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റിലാണ് നിൽക്കുന്നത്. ഡിഫ്ലക്ഷൻ അറ്റ് 25 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർ പറയുന്നത് എക്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഡിഫ്ലക്ഷന് 25 mm എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് 25 mm ആണ്. ആ 25 mm എന്ന് വെച്ചാൽ എക്സ് വാല്യൂ ആണ്. നമുക്കപ്പോൾ എന്തൊക്കെ അറിയാം? നമുക്കിവിടെ എക്സ് ഞാൻ പറഞ്ഞു, എക്സ് 25 എന്ന് പറഞ്ഞു. ലെങ്ത് ഓഫ് എലമെൻറ്റ് എത്രയാണ്? 100 ആണ് നമ്മുടെ ലെങ്ത് ഓഫ് എലമെൻറ്റ്. നമുക്ക് 100 എന്ന് പറയുന്നത് അത് കിട്ടി. പിന്നെ U1 കിട്ടി. U1 അറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. U1 ഉണ്ട്. U2 എന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്കറിയാം. ഇനി ഇതിൻ്റെ അകത്ത് ഒരു അൺനോണും ഇല്ല. ഡയറക്റ്റ് നമുക്ക് ഈ ഈക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 25 ഏതാണ്? എക്സിൻ്റെ വാല്യൂ 25, 100ൻ്റെ എന്താണ് എല്ലിൻ്റെ വാല്യൂ, ടോട്ടൽ ലെങ്ത് ഓഫ് എലമെൻറ്റ് എൽ എത്രയാണ്? എല്ലെന്ന് വെച്ചാൽ 100 ആണ്. പിന്നെ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിന് നമ്മൾ വീണ്ടും ഇതിന് മെട്രിക്സ് രീതിയിലാണ് ഇവിടെ തന്നേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ U = 5/2 മൈക്രോമീറ്റർ. ആ മൈക്രോമീറ്ററിനെ ഞാൻ എന്ത് ചെയ്യണം? അതിനെ എനിക്ക് MM-ലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെ MM-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എനിക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 × 10⁻³ കൺവേർഷൻ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഒരു മൈക്രോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻³ mm ആണെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എഴുതി വയ്ക്കുക. ഇനി അടുത്ത ഒരു പ്രോബ്ലം പറഞ്ഞാൽ എ 2-noded truss element is shown in figure. The nodal displacement are U1 തന്നിട്ടുണ്ട്, U2 തന്നിട്ടുണ്ട്, U1 U2 തന്നിട്ടുണ്ട്. Calculate the displacement at x = L/4, L/3, L/2. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ എന്താണ് ട്രസ് എലമെൻറ്റ് എന്താണ് നമ്മൾ ട്രസ് എലമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂഫുകളൊക്കെ ഇല്ലേ, റൂഫ് നമ്മുടെ എന്താണ് നമ്മൾ നോർമൽ കണ്ട ഇതേപോലെ ഉണ്ട്, ഇതേപോലത്തെ സ്ട്രക്ചറൊക്കെ ഇല്ലേ, ഇതേപോലത്തെ സ്ട്രക്ചറൊക്കെ അതിനെയാണ് നമ്മൾ ട്രസ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രസ് എലമെൻറ്റ് എന്തായിരിക്കും? അതിനും കോൺസ്റ്റൻറ്റ് ക്രോസ് സെക്ഷൻ ആയിരിക്കും, അതൊരു 1D എലമെൻ്റ് ആയിരിക്കും. ഇവിടെ എങ്ങും 1D എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ആകെ പറഞ്ഞിരിക്കുന്നത് 2-noded എലമെൻ്റ് ആണെന്ന്, 2-noded ട്രസ് എലമെൻ്റ് എന്നാണ്. ഇപ്പോൾ 2-noded ട്രസ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 1D എലമെൻ്റ് തന്നെ ആയിരിക്കും. The nodal displacement are U1 = 5, U2 = 8. Calculate the displacement at x = L/4, L/3, L/2. Given data തന്നിട്ടുണ്ട്. U1 = 5, U2 എന്ന് പറയുന്നത് 8 mm തന്നിട്ടുണ്ട്. 2-noded truss element, that is 1D linear element. 1D linear element. Here element length is not given. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലിന് ടോട്ടൽ ലെങ്ത് ഓഫ് എലമെൻറ്റ് എന്തായിരിക്കും? L തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഓൾസോ ഗിവൺ ആസ്, ഇപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്ത് നമുക്ക് വേറെ പല രീതിയിൽ പറയാം. ഗിവൺ ആസ് നോഡൽ വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ 1D എലമെൻറ്റ് ആർ 5 and 8 റെസ്പെക്റ്റീവ്ലി. നോഡൽ ഇതിൻ്റെ അകത്ത് U എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് 5, 8 ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് U1 5, U2 8 എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കണം എന്താണ് U1 എന്താണ് U2 എന്നുള്ളത്. സൊല്യൂഷൻ നമുക്ക് ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം. നമുക്ക് കേസ് തന്നിട്ടുണ്ട്, ഓരോ കേസ് തന്നെ L/4 വരുമ്പോഴുള്ള കേസ് നമുക്ക് കണ്ടുപിടിക്കണം. കേസ് 1 നമുക്ക് എടുക്കാം. കേസ് 1 x = L/4. അപ്പോൾ L എന്ന് വെച്ച് നമുക്ക് ലെങ്ത് ഓഫ് ദ എലമെൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? ലെങ്ത് ഓഫ് എലമെൻറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് L ആയിട്ട് തന്നെ നമ്മളതിനെ കൺസിഡർ ചെയ്യും. U = നമ്മുടെ ആ ഇക്വേഷൻ എൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താണ് എല്ലിന് ഞാൻ L/4 എന്നിട്ടു, അതങ്ങനെ എഴുതി കഴിഞ്ഞാൽ L/4 × 1/L നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ x/L-ന് ഞങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും, L/4 × 1/L × 5/8. U1 U2 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എന്നിട്ട് 1 - 1/4 പിന്നെ 1/4 അതിന് ഒന്നുമില്ല, നമ്മൾ നോർമൽ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ഇട്ട് സോൾവ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൻ്റെ വാല്യൂ കിട്ടും, L/4ൻ്റെ വാല്യൂ കിട്ടും. ഇനി അടുത്ത് സെക്കൻഡ് കേസ് എടുക്കുക. സെക്കൻഡ് കേസ് എന്താണ്? L/3 ആണ് നമ്മുടെ സെക്കൻഡ് കേസ്. ഈ സെക്കൻഡ് കേസിൻ്റെ അകത്തും സെയിം മെത്തേഡാണ്. സെയിം ഇക്വേഷൻ്റെ അകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ആ സെയിം ഇക്വേഷൻ്റെ അകത്ത് എന്താണ് എക്സിന് പകരം എന്ത് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി? L/3 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതാണ് x2 എന്ന് പറയുന്നത്. x2 നമുക്ക് അതേപോലെ രണ്ടാമത്തെ കേസ് എന്താണ്? L/3 എക്സിൻ്റെ ടേംസിൽ ഇട്ട് കൊടുത്തു. ഞാൻ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ഞാനങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടി? യുവിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടി. അടുത്ത യുവിൻ്റെ വാല്യൂ കിട്ടി. എപ്പോഴുള്ള L/3യിലുള്ള യുവിൻ്റെ വാല്യൂ കിട്ടി. അതേപോലെ L/2 മൂന്നാമത്തെ കേസ് L/2 എക്സ് ഒന്നുമില്ല, നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ ഓരോ കേസായിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതാണ് കേസ് 3. ഇപ്പോൾ റിസൾട്ട് നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ടിനെല്ലാം നമ്മൾ ഓർഡറായിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. ഇനി അടുത്ത പ്രോബ്ലം, ഫോർ എ ബീം ഓഫ് ലെങ്ത് 100 mm at x is equal to 0, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഫോർ എ ബീം ഓഫ് ലെങ്ത് 100 mm at x is equal to 0, at x is equal to 0, u1 is equal to 0 micrometer, x is equal to L/2, u is equal to 2 micrometer, and x is equal to d. u3 തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ അറിയാം? നമുക്ക് u1 അറിയാം, u2 അറിയാം, u3 അറിയാം. പിന്നെ അവിടെ വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 0 ഉണ്ട്, എക്സ് L/2 ഉണ്ട്, മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ ഡിഫ്ലക്ഷൻ ഇൻ ക്വാഡ്രാറ്റിക് ഫോം, ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് x is equal to 80 mm. ഡിഫ്ലക്ഷൻ ഇൻ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് എടുക്കേണ്ടത്? സെക്കൻഡ് ഓർഡറിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. സെക്കൻഡ് ഓർഡറിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, അതിൻ്റെ അകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരത്തില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡയറക്റ്റ് എന്നിൻ്റെ വാല്യൂ ഇവിടെ N1 N2 N3 ഇട്ട് അതങ്ങ് സോൾവ് ചെയ്താൽ മാത്രം മതി. നമുക്ക് എക്സിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് അറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എല്ലിൻ്റെ വാല്യൂസ് നമുക്കറിയാം. അതുകൊണ്ട് അധികം കോംപ്ലിക്കേഷൻ ഇല്ല ഇതിൻ്റെ അകത്ത്. ഡിഫ്ലക്ഷൻ അറ്റ് x is equal to 80 mm ഇക്വേഷൻസ് എന്താണ്? ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിഫ്ലക്ഷൻ അറ്റ് x is equal to 80 mm. ഇതിൻ്റെ അകത്തൊരു ബേസിക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. വി ക്യാൻ കൺസ്ട്രക്ട് എ ബീം യൂസിങ് എ 1D element. That is, it is not necessary to mention 1D element in the question. ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താണ്? ഒരു ബീം എലമെൻ്റ് ആണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ചിലപ്പം 1D എന്നൊന്നും ചിലപ്പോൾ തന്നിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം, സാധാരണ 1D എന്താണ് ബീം എലമെൻറ്റ്സ് ഒക്കെ എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്? 1D എലമെൻറ്റ്സ് വെച്ചിട്ടാണ്. ബീം, ബാറ്, അങ്ങനെ ബീം, ബാറ്, കോളം, അതൊക്കെ എന്താണ്? ദ സ്ട്രക്ചേഴ്സ് വിച്ച് ഈസ് ഹാവിങ് കോൺസ്റ്റൻറ്റ് ക്രോസ് സെക്ഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ യൂസിങ് 1D എലമെൻറ്റ്, ദാറ്റ് ഈസ് ബീം, ട്രസ്, കോളം, സിലിണ്ടർ, ബാർ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്നറിയാം? ബീമിൻ്റെയും ട്രസ്സിൻ്റെയും കോളത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ക്രോസ് സെക്ഷൻ സെയിം തന്നെയായിരിക്കും. എവിടെ കട്ട് ചെയ്താലും അതിന് ഐ ഷേപ്പ് തന്നെ ആയിരിക്കും. കോളത്തിനും ബീമിനും ഒക്കെ എന്തായിരിക്കും? ഒരു ഐ ഷേപ്പ്, അല്ലെങ്കിൽ എന്താണ് സി ടൈപ്പ് കോളമാണെങ്കിൽ, അല്ലെങ്കിൽ സി ബീം, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? സെയിം. എവിടെ കട്ട് ചെയ്താലും സെയിം ഷേപ്പ് തന്നെ ആയിരിക്കും, സെയിം ഏരിയ തന്നെ ആയിരിക്കും. അതിന് ക്രോസ് സെക്ഷണൽ ഏരിയ തന്നെ ആയിരിക്കും. Solution. In question we know three nodal displacement for 1D element. That is, we can say this as a 1D quadratic element. 3 നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. 3 നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് u1, u2, u3യുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ എത്ര എലമെൻറ്റേ ഉള്ളൂ? ഒരു എലമെൻറ്റേ ഉള്ളൂ. ഒരു എലമെൻറ്റിൻ്റെ അകത്ത്
3 നോഡ് വരണമെങ്കിൽ അതെന്തായിരിക്കും? അതൊരു ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ എലമെൻ്റ് ആയിരിക്കും. u is equal to n1 n2 n3 അല്ലെങ്കിൽ n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3. നമുക്ക് എന്തൊക്കെ അറിയാം? n1ൻ്റെ ഇക്വേഷൻ അറിയാം. എക്സ് വാല്യൂ തന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് വാല്യൂ എത്രയാണ്? 80 എക്സ് വാല്യൂ. u1ൻ്റെ വാല്യൂ നമുക്ക് u1ൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. u1ൻ്റെ വാല്യൂ നമുക്കറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? u1 0 തന്നിട്ടുണ്ട്, u2 2 മൈക്രോമീറ്റർ തന്നിട്ടുണ്ട്, u3 എന്ന് പറയുന്നത് 6 മൈക്രോമീറ്റർ. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. Here we know x value and L value, so we only need to substitute those values to find n1 and n2 and displacement u. N value will be unitless, so we need to change the unit mm in final lines. ഇത് ഞങ്ങൾക്കൊരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എക്സ് ബൈ എൽ, എൻ ഇസ് ഈക്വൽ ടു എക്സ് ബൈ എൽ എന്നൊരു കേസാണ് തന്നേക്കുന്നതെങ്കിൽ ഇപ്പോൾ എക്സ് 80 mm എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 80 mm ടോട്ടൽ ലെങ്ത് ഓഫ് എലമെൻറ്റ് 100 mm. അപ്പോൾ എന്താണ് ഇവിടുത്തെ യൂണിറ്റ്സ് രണ്ടും കട്ടായി മാറി. അപ്പോൾ എന്താണ് അങ്ങനെയാണ് നമ്മളിവിടെ n യൂണിറ്റ്ലെസ് ആയിട്ട് മാറിയിരിക്കുന്നത്. അത് എന്തുമായിട്ടാണ് ഇൻഡ്യൂ ആവുന്നത്? യു എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷനായിട്ടാണ് ഇൻഡ്യൂ ആവുന്നത്. യു എന്ന് എത്രയാണ്? യു എന്ന് പറയുന്നത് 3 മൈക്രോമീറ്റർ ആണ്. അപ്പോൾ 0.8 ഇൻറ്റു 3 മൈക്രോമീറ്റർ. അപ്പോൾ അതിനകത്ത് 2.4 മൈക്രോമീറ്റർ. മൈക്രോമീറ്ററിനെ ഞാൻ ലേക്ക് മാറ്റണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻³ വെച്ച് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് യുവിൻ്റെ വാല്യൂ കിട്ടും. യു എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഇക്വേഷൻ എങ്ങനെയാണ്? യു ഇസ് ഈക്വൽ ടു n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3. യുവിൻ്റെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, യുകളുടെ വാല്യൂ. അപ്പോൾ u1 u2 u3യുടെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. n1 കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. സിമ്പിൾ മാർക്ക് കളയാതിരിക്കാൻ ശ്രമിക്കുക. ഡിഫ്ലക്ഷൻ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 80 mm. അപ്പം ഡിഫ്ലക്ഷൻ അപ്പോൾ എന്തായിരിക്കും ഡിഫ്ലക്ഷൻ? യു ഈസ് ഈക്വൽ ടു 4.16 ഇൻറ്റു 10⁻³ mm. അതാണ് അതിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഡിറൈവ്. അത് നമുക്കിനി അടുത്തൊരു ടോപ്പിക്ക് പറയാം. ഇപ്പോൾ നമ്മളിപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഇക്വേഷനാണ് നമ്മളിനി കണ്ടുപിടിക്കുന്നത്. നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെ എഴുതുന്നു അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്കൊരു 1D എലമെൻറ്റ് ഞാനിവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ട്, ഇവിടെ വേറൊരു എലമെൻ്റ് ഉണ്ട്. അപ്പം 1D എലമെൻറ്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതിനെ ഞാനൊരു ടെൻഷൻ, ഈ ഒരു 1D എലമെൻറ്റിൽ ഞാനൊരു ടെൻഷൻ ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്താ പറയുക ടെൻസൈൽ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു. രണ്ട് സൈഡിലും ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞു? രണ്ട് സൈഡിൽ ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, അതിന് ഫോഴ്സ് 1 ഫോഴ്സ് 2 അതിലുണ്ടാകുന്ന നോഡിലുണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ അതാണ് F1 F2 എന്ന് പറയുന്നത്. ഫ്രം ബേസിക് മെക്കാനിക്സ് ടെൻസൈൽ ഫോഴ്സ് T ഈസ് ഈക്വൽ ടു A ഇൻറ്റു സിഗ്മ എക്സ്. സിഗ്മ എക്സ് എന്ന് പറയുന്നതാണ് ടെൻസൈൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. നമുക്കറിയാം സിഗ്മ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സ്ട്രെസ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെയിൻ കണ്ടുപിടിച്ചതിന് ശേഷമാണ് സ്ട്രെസ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ വേറൊരു ആളുടെ പേരോട് പറഞ്ഞു, യങ്സ് മോഡുലസിൻ്റെ കാര്യം പറഞ്ഞു. യങ്സ് മോഡുലസ് എന്താണ്? E ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എന്താണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പം നമുക്ക് സ്ട്രെസ് എന്തായിരിക്കും? യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. അതാണ് ഇവിടെ തന്നെ. സ്ട്രെയിൻ വാല്യൂ നമ്മളവിടെ മുകളിൽ നമ്മൾ ചെയ്തായിരുന്നു, കണ്ടുപിടിച്ചതിന് എത്രയാണ്? u2 മൈനസ് u1 ബൈ L ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. അത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത്? T ഈസ് ഈക്വൽ ടു AE ഇൻറ്റു u2 മൈനസ് u1 ബൈ L. ഓൾസോ ബൈ ദ നോഡൽ ഫോഴ്സ് സൈൻ കൺവേർഷൻ വരുമ്പോൾ, F1ൻ്റെ സൈൻ കൺവേർഷൻ വരുമ്പോൾ വേണ്ട, F1 എന്ന് പറയുമ്പോൾ കൺവേർഷൻ വരുമ്പോൾ അതിൽ എന്താണ് ടെൻഷൻ മൈനസ് ടിയും F2 എന്ന് പറയുന്നത് പ്ലസ് ടിയുമാണ്. F1 എന്ന് പറയുന്നത് മൈനസ് ടിയുടെ കേസ് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ടി പറയുമ്പോൾ മൈനസ് AE ഇൻറ്റു u2 മൈനസ് u1 L, u2 മൈനസ് u1 L. അപ്പോൾ F1 എന്തായിരിക്കും? F1 എന്ന് പറഞ്ഞാൽ F1 A1 AE ബൈ L. AE എല്ലിന് ഞാൻ പുറത്തേക്ക് എടുത്തു AE. പിന്നെ ഞാൻ ഇതെന്താണ് ഫസ്റ്റ് കേസ് മൈനസ് ടി ആണ്, മൈനസിനെയും കൊണ്ട് ഞാൻ അകത്തേക്കും ഇല്ല. അപ്പോൾ എന്തോ മൈനസ് u2 പ്ലസ് u1 ആയി മാറും. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? അതിനെ റീഅറേഞ്ച് ചെയ്ത് നോക്കിയാൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ കിട്ടും? u1 മൈനസ് u2 എന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ F2 എന്ന് വെച്ചാൽ AE ബൈ L, u2 മൈനസ് u1
U2 minus U1. F2 is equal to AE by L minus U1 plus U2 നമുക്ക് എഴുതാൻ പറ്റും. ഒന്നുമില്ല, മേളത്തുള്ള ഇക്വേഷനെ നമ്മൾ സൈൻ കൺവേർഷൻ ഇട്ടെന്നേ ഉള്ളൂ. കണ്ടോ, വീണ്ടും എന്ത് ചെയ്തു, ഞാൻ ഈ എഴുതിയേക്കുന്ന ഈ ഒരു ടേമില്ലേ, ഇത്രയും ടേമില്ലേ, അതിനെ ഞാൻ എന്ത് ചെയ്തു, അതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതി. ഇപ്പം എന്ത് ചെയ്യും, F1 F2 AE by L 1 -1 -1 1 1 -1 -1 1. അപ്പോൾ അതിന് ഞാൻ യുവിനെ ഞാൻ വെളിയിലെടുത്തു. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഫോം. F1 F2 is equal to AE by L 1 -1 -1 1 U1 U2. Now we get the above arrangement as F is equal to K into U. F is equal to K into U. K എന്ന് പറയുന്നത് എന്താണ്, സ്റ്റിഫ്നെസ് മെട്രിക്സ്. K എന്ന് പറയുന്നത് എന്താണ്, K is equal to AE by L into 1 -1 -1 1. For any axial problems with single 1D element, for linear 1D element കേസാണ് ഇവിടെ പറയുന്നത്, the stiffness matrix will be in the above. ഈ ഒരു ഫോമിലാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇരിക്കുന്നത്. കണ്ടു, ഇവിടെ ചിലപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയയുടെ വാല്യൂ ചിലപ്പോൾ തന്നിട്ടുണ്ടാകും, എയുടെ വാല്യൂ തന്നിട്ടുണ്ടാകും. ഇയുടെ വാല്യൂ നമുക്കറിയാം, ഓരോ മെറ്റീരിയലിനും ഓരോ യങ്സ് മോഡുലസ് ആണ്, അതുകൊണ്ട് അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അസംബിൾ ദ എലമെൻറ്റ് ഇക്വേഷൻ ടു ഒബ്റ്റെയിൻ ഗ്ലോബൽ ഓർ ടോട്ടൽ ഇക്വേഷൻ. ഞാൻ പറഞ്ഞു ഗ്ലോബൽ ഓർ ടോട്ടൽ ഇക്വേഷൻ. ഗ്ലോബൽ ഇക്വേഷൻ നമുക്ക് വേണം. ഗ്ലോബൽ ഇക്വേഷൻ കിട്ടണമെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്, ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ലെറ്റർ, ക്യാപിറ്റൽ എഫ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കെ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതെല്ലാം ഓരോ എലമെൻറ്റിൻ്റെ കേസായിരുന്നു. കണ്ടോ, ഇപ്പം ഈ ഒരു ഇക്വേഷൻ ഇത്രയും സാധനം കണ്ടോ, ഇതിപ്പം ഓരോ എലമെൻറ്റിനും ഇതിന് സോൾവ് ചെയ്ത് തരണം. ഓരോ എലമെൻറ്റിനും ഓരോരോ ഇക്വേഷൻസ് അല്ല, ഇതേ ഇക്വേഷൻ വെച്ച് ഓരോ എലമെൻറ്റും സോൾവ് ചെയ്ത് വരണം. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓരോ എലമെൻറ്റിൻ്റെ എന്താണ് സ്റ്റിഫ്നെസ് വാല്യൂ ചിലപ്പം വ്യത്യാസം ഉണ്ടാകും. അതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതിനെയാണ് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നത്. Assemble the element equation to obtain global or total equation. Assemble the global stiffness and force matrices and global equation. K is equal to capital K. Capital K എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെട്രിക്സിൻ്റെ അകത്തിട്ട് capital K is equal to എന്താണ്, സമ്മേഷൻ ഓഫ് എലമെൻറ്റ് 1, ഒന്നാമത്തെ എലമെൻറ്റ് മുതൽ അവസാനത്തെ എലമെൻറ്റ് വരെ, n എന്ന് പറയുന്ന അവസാനത്തെ എലമെൻറ്റ് വരെയുള്ള എലമെൻറ്റ്, അതിൻ്റെ എല്ലാം എന്താണ് അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ സമ്മ്. ക്യാപിറ്റൽ എഫ് ഒന്നാമത്തെ എലമെൻറ്റ് മുതൽ അവസാനത്തെ എലമെൻറ്റുള്ള സമ്മേഷൻ ഓഫ് എലമെൻറ്റ് 1 ടു എലമെൻറ്റ് n, എഫ് ഓഫ് എലമെൻറ്റ്. സോൾവ് ഫോർ ദ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്. Determine the displacement by imposing boundary condition and simultaneously solve the system of equation. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ ഇട്ട് കൊടുക്കുക എന്ന് മാത്രമാണ് അടുത്ത നമ്മുടെ പ്രൊസീജിയർ. U1-ൻ്റെയും U2-ൻ്റെയും വാല്യൂസ് ഒക്കെ ഇല്ലേ, അതിനെ പറ്റിയൊക്കെ പറയുന്നത്. സോൾവ് ഫോർ എലമെൻറ്റ് ഫോഴ്സസ്. ഡിറ്റർമൈൻ ദ സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് ഇൻ ഈച്ച് എലമെൻറ്റ് ബൈ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടു അപ്രോപ്രിയേറ്റ് ഈക്വേഷൻസ്. അതൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. സംഭവമൊന്നുമില്ല. നമ്മൾ സ്ട്രെയിനും സ്ട്രെസ്സും ആദ്യം സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അത് സാധനമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. കൺസിഡർ ദ ബാർ ഷോൺ ഇൻ ദ ഫിഗർ ആസ് ആൻ ആക്സിയൽ ലോഡ് P is equal to 200 into 10 power 3 Newton is applied as shown. Determine the nodal displacement. നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. എന്താ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്? പിന്നെ ഡിറ്റർമൈൻ ദ സ്ട്രെസ് ഇൻ ഈച്ച് എലമെൻറ്റ്, ഈച്ച് മെറ്റീരിയൽ. ഇവിടെ 2 മെറ്റീരിയലാണ് ഇവിടെ തന്നേക്കുന്നത്. ഡിറ്റർമൈൻ ദ റിയാക്ഷൻ ഫോഴ്സസ്. അപ്പം അലൂമിനിയം തന്നിട്ടുണ്ട്, സ്റ്റീൽ തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞു, ക്രോസ് സെക്ഷണൽ ഏരിയ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഓരോ മെറ്റീരിയലിനും ഓരോ യങ്സ് മോഡുലസ് ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ വ്യത്യാസം, വാല്യൂ തരും. അപ്പം A1 അലൂമിനിയത്തിൻ്റെ A1-ഉം E-യും, A2 E2 ഉണ്ടോ, A2 E2 ക്വസ്റ്റ്യൻ തന്നേക്കുന്ന വാല്യൂസാണ്. പിന്നെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് നോഡൽ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വി നീഡ് ടു സെലക്ട് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ടൈപ്പ് ഓഫ് എലമെൻറ്റ്.
ഹിയർ വി ഹാവ് 2 എലമെൻറ്റ്സ് ആൻഡ് 3 നോഡ്സ്. ഇവിടെ നമുക്ക് എത്ര ഉണ്ട്? 2 എലമെൻറ്റുകളും 3 നോഡുകളാണുള്ളത്. 2 എലമെൻറ്റ്, 2 എലമെൻറ്റുകളും എത്ര നോഡുകളുണ്ട്? 1, 2, 3 നോഡുകളാണ് ഉള്ളത്. The bar is fixed at both ends, so there is no displacement at node 1 and node 3. രണ്ട് എൻഡും എന്താണ്? ഫിക്സഡ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്? u1 എന്ന് പറയുന്നത് 0, u3 എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. Only node 2 will have some displacement. Element 1 will subject to a tensile force. Element 2 will subject to a compressive force. ഞാൻ ഈ ഒരു എലമെൻറ്റിൻ്റെ ഇവിടെ രണ്ടാമത്തെ അറ്റത്ത് നിന്ന് വലത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആദ്യത്തെ എലമെൻറ്റിൽ നിന്നുണ്ടാവും? വലിക്കുക, ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യണം? പുള്ള് ചെയ്യുകയാണ്. പുള്ള് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഈ ഒരു ഫസ്റ്റ് എലമെൻറ്റിൽ എന്തുണ്ടാവും? ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പം രണ്ടാമത്തെ എലമെൻറ്റിൽ എന്താ ഉണ്ടാവും? ഒരു കംപ്രസീവ് ഫോഴ്സ് ഉണ്ടാവും. അതാണ് അവിടെ പറയുന്നത്. ദ എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എലമെൻറ്റ് 1 to 2. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്, ഓരോ എലമെൻറ്റിൻ്റെയും സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കുക. നമുക്കറിയാം, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. AE/L 1 -1 1. പിന്നെ അപ്പോൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള വാല്യൂസാണ് എയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2400 ഇൻറ്റു 70 ഇൻറ്റു 10⁻3. 10⁻3 വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 ഇൻറ്റു 10⁻3 വരുമ്പോൾ, കാരണം നമ്മൾ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് തന്നെയാണ്. കൺവേർട്ട് ചെയ്തപ്പോഴാണ് നമുക്കവിടെ 70 ഇൻറ്റു 10⁻3 വന്നത്. ബൈ എല്ല് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിനകത്ത് എല്ല് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, 300 തന്നിട്ടുണ്ട്. 300 1 -1 1. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 0.56 -56 പിന്നെ 0.56 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ മീറ്റർ. പിന്നെ ഫോർ എലമെൻറ്റ് 2 ഫോർ എലമെൻറ്റ് 2 രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ കേസ് വരുമ്പോൾ ഫോർ എലമെൻറ്റ് 2 രണ്ടാമത്തെ 2 to 3 K2 എന്ന് വെച്ച് കഴിഞ്ഞാൽ K2 എന്ന് പറയുന്നത് രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക് AE/L, സെയിം ഇക്വേഷൻ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടുക. 600 ഇൻറ്റു 200 ഇൻറ്റു 10⁻3/400. 400 എത്ര അറിയാമല്ലോ? നമ്മുടെ ആ എലമെൻറ്റ് ടോട്ടൽ ലെങ്ത്. എ എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, ഈ യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്. അത് ചെയ്യുക. നമുക്ക് K2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂസും നമുക്കിവിടെ കിട്ടും. നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ സ്റ്റിഫ്നെസ്, ദാറ്റ് ഈസ് ഗ്ലോബൽ സ്റ്റിഫ്നെസ്. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ സ്റ്റിഫ്നെസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ K ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്യാപിറ്റൽ K എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നു. ഇതിനെ ഈ രണ്ടാമത്തെ എലമെൻറ്റിനെ നമ്മൾ ആഡ് ചെയ്യണം. അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സിനെ ആഡ് ചെയ്യണം. അപ്പോൾ അതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ എഴുതുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് എഴുതും. റൈറ്റ് കോർണറിൽ നമുക്ക് ഏതെടുക്കുന്ന രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ വാല്യൂസ് എഴുതും. അതിന് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ന് കിട്ടും? ക്യാപിറ്റൽ K = അതിൻ്റെ ഒരു വാല്യൂസ് കിട്ടും. 0.56 -0.56 0 -0.56 0.86. എന്താണ് നമ്മൾ നോർമൽ അഡീഷൻ തന്നെ ഉള്ളൂ ഇവിടെ അകത്ത്. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടി. ഇനി അടുത്ത് എന്താണ്? നമുക്ക് ഗ്ലോബൽ ഫോഴ്സ് ലോഡ് വെക്ടേഴ്സ് നമുക്ക് വേണം. F1 F2 F3. നമുക്ക് എന്താണ്? നമുക്ക് F2 നമുക്കറിയാം. F2 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ രണ്ടാമത്തെ നോഡിൽ നിന്നും വലിക്കുന്ന സാധനം റൈറ്റ് സൈഡിലേക്ക് വലിക്കുന്നത് എത്രയാണ്? 200 ഇൻറ്റു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 200 ആണെന്ന് നമ്മൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത്. P എന്ന് തന്നിട്ടുണ്ട്. P എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. F1 F2 F3. F2 എത്രയാണ്? 200 ഇൻറ്റു 10⁻3. അതാണ് തന്നേക്കുന്നത്. അപ്പം F2 = 200. അപ്പോൾ നമുക്ക് F അറിയാം, K അറിയാം, U അറിയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ആണ് F = K × U ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ജനറൽ ഇക്വേഷൻ F = K × U ആണെന്നറിയാം. അപ്പോൾ നമുക്ക് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. U1 U3 എന്ന് വെച്ചാൽ രണ്ട് കോർണറുകളിലാണ് ഇരിക്കുന്നത്, രണ്ട് ഫിക്സഡ് പോയിൻറ്റ്സിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ അവിടെ മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ U1ഉം U3 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. U2 മാത്രമേ ഉള്ളൂ. കണ്ടോ? ഇനി നെക്സ്റ്റ് ടു അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻ. ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച സ്റ്റിഫ്നെസ് മെട്രിക്സിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എടുത്തിട്ടു. അതേ ഇൻറ്റു U1 U2 U3. U2 നമുക്ക് അറിഞ്ഞുകൂടാ. U1ഉം U3യും ഫിക്സഡ് ആയതുകൊണ്ട് അത് 0 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും മാറി, ഇവിടുത്തെ താഴത്തത് മാറി. പിന്നെന്തുകൊണ്ട്? 200 × 10⁻³ ഈസിക്വൽ ടു മൈനസ് ഇതേ ഇൻറ്റു മൈനസ് 0.56 ഇൻറ്റു 0. അതെന്താണ്? 0 ആയി മാറി. പ്ലസ് 0.86 ഇൻറ്റു U2 പ്ലസ് മൈനസ് 0.30 ഇൻറ്റു 0. അപ്പോൾ എന്ത് നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? 0.86 ഇൻറ്റു 10⁻6 U2 ഇൻറ്റു ഈസിക്വൽ ടു 200 ഇൻറ്റു 10⁻3. ഈ താഴത്തെ ഇത്രയും ടൈം മാറി, മുകളിലത്തെ ഇത്രയും ടൈം മാറി. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അതിനെ അതിനെ നമ്മൾ സോൾവ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ U2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0.23256 mm എന്ന് നമുക്ക് കിട്ടും. പിന്നെ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ U2 കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എങ്ങനെ വരും? 0 U2ൻ്റെ വാല്യൂ നമ്മളിവിടെ അറിയാം. 0.232 വരും. അതിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടു. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും കാൽക്കുലേറ്റ് ചെയ്യും. സ്ട്രെസ്സ് വേണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം. സ്ട്രെയിൻ എന്ന് പറയുന്നത് എപ്സിലോൺ ഈസിക്വൽ ടു എപ്സിലോൺ എക്സ് ഈസിക്വൽ ടു U2 മൈനസ് U1 ബൈ L ഫോർ എലമെൻറ്റ് 1. ആദ്യത്തെ ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. U2 മൈനസ് U1 ബൈ L ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അപ്പം സ്ട്രെയിൻ എന്ന് വെച്ചാൽ U2 മൈനസ് U1 ബൈ L ഈസിക്വൽ ടു 0.23256 മൈനസ് 0. U1 എത്രയായിരിക്കും? U1 നമുക്കറിയാം 0 ആണ് നമുക്ക്. കാരണം എന്താണ്? ഫിക്സഡ് ആയതുകൊണ്ട്. U2 നമ്മളിവിടെ മുകളിൽ നമ്മൾ സോൾവ് ചെയ്തെടുത്തു. U2 മൈനസ് U1 ബൈ ലെങ്ത് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ലെങ്ത് എത്രയാണ്? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ലെങ്ത് എത്രയാണ്? 300 ആണ്. അതാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാതെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റിലുണ്ടാകുന്ന സ്ട്രെയിൻ കിട്ടും. അതേപോലെ സെക്കൻഡ് എലമെൻറ്റ് 2 to 3 ആണ്. രണ്ടാമത്തെ നോഡിൽ നിന്നും മൂന്നാമത്തെ നോഡിലേക്ക് എത്തുമ്പോഴാണ് രണ്ടാമത്തെ എലമെൻ്റ് ആവുന്നത്. മനസ്സിലായോ? എലമെൻറ്റ് പിന്നെ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിൻ ഈസിക്വൽ U3 മൈനസ് U2 വാല്യൂ നമുക്കറിയാം. U3 എന്തായിരിക്കും? ഫിക്സഡ് ആയതുകൊണ്ട് എന്താണ്? 0 ആണ്. അപ്പോൾ then സ്ട്രെയിൻ വാല്യൂവും കിട്ടി. സ്ട്രെയിൻ വാല്യൂ എന്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് E ഇൻറ്റു സ്ട്രെയിൻ. യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ ആണ് നമ്മുടെ അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അത് ക്വസ്റ്റ്യനിൽ യങ്സ് മോഡുലസ് വന്നിട്ടുണ്ട്. എന്താണ് സ്ട്രെയിൻ വാല്യൂ നമ്മൾ ഓൾറെഡി മുകളിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആദ്യത്തെ എലമെൻറ്റിലുണ്ടാവുന്ന സ്ട്രെസ്സ് കിട്ടും. അതേപോലെ രണ്ടാമത്തെ എലമെൻറ്റിലുണ്ടാവുന്ന സ്ട്രെസ്സും നമുക്ക് അതിൽ നിന്ന് കിട്ടും. നൗ വി നീഡ് ടു ഫൈൻഡ് ദ റിയാക്ഷൻ ഫോഴ്സ്. സ്ട്രെസ് എല്ലാം കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യനിൽ റിയാക്ഷൻ ഫോഴ്സ് കൂടി കണ്ടുപിടിക്കാനും. റിയാക്ഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിഫ്നെസ് മെട്രിക്സ് മൈനസ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ മൈനസ് ഫോഴ്സ് വെക്റ്റർ. റിയാക്ഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് R ഈസിക്വൽ ടു KU മൈനസ് F. ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് R കിട്ടും. ഡയറക്റ്റ് നമുക്ക് ഇതിൻ്റെ എല്ലാ വാല്യൂസും നമുക്കറിയാം. K അറിയാം, K നമ്മളിട്ടു. U എന്ന് പറയുന്ന ടേം നമ്മളിട്ടു. മൈനസ് F 200 മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതുകൊണ്ട് 200 ഇട്ടു. കാരണം രണ്ടാമത്തെ നോഡിലാണ് ഫോഴ്സ് അപ്ലൈ ആകുന്നത്. പിന്നെന്താണ്? R1 R2 R3. ഇതിനെ ഈ രണ്ട് ടൈമിന് ഞാൻ എന്ത് ചെയ്തു? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. കാരണം ഫസ്റ്റ് ടൈം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. പിന്നുള്ളത് എന്താണ്? മൈനസ് 0.56 ഇൻറ്റു 0.23256 പ്ലസ് എന്താണ്? പ്ലസ് 0 ഇൻറ്റു 0. കണ്ടോ? മനസ്സിലായോ? അതേപോലെ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യും. ഇതേ ഫസ്റ്റ് 0 പ്ലസ് 0.56 ഇൻറ്റു 0 പ്ലസ് മൈനസ് 0.56 ഇൻറ്റു 0.2325 പ്ലസ് 0 ഇൻറ്റു 0. അപ്പോൾ അത് കിട്ടി. എന്നിട്ട് ഈ ഒരു ടൈം മൈനസ് ഇട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യം അതേപോലെ ഇരിക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ 10⁻6 ഇൻറ്റു മൈനസ് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂസ് കിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മൾ 0.1999 അതിന് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 2 ആക്കും.
മൈനസ് 0 200 × 10⁻³ നോർമൽ എന്താണ് ഫോഴ്സ് വെക്ടറിൻ്റെ കാര്യം. 10⁻6 0.2 മൈനസ് 0 200 പിന്നെ 0. അപ്പോൾ ആ കിട്ടിയേക്കുന്ന റിയാക്ഷൻ ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റിയാക്ഷൻ ഫോഴ്സിനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. മൈനസ് 1.302 × 10⁻5 പിന്നെ അത് എന്താണ് നോർമൽ എന്താണ് സബ്ട്രാക്ഷൻ തന്നെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. 0.2 മൈനസ് ഇതിനെ നമ്മൾ ബ്രാക്കറ്റിലേക്ക് കഴിയുമ്പോൾ 2 × 10⁻5 ഇതിനെ മാറ്റുമ്പോൾ എന്താണ് 2 × 10⁻5 തന്നെയല്ലേ. 2 × 10⁻5 മൈനസ് 2 × 10⁻5 ഇത് ചെയ്യുമ്പോൾ മൈനസ് കിട്ടി. R3 എന്ന് പറയുന്നതും ഇങ്ങനെ എന്ത് ചെയ്തു മൈനസ് 0.0697 മൈനസ് 0 എത്രയാണ് മൈനസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് R1ഉം R2ഉം R3യും കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതേപോലെയാണ് നമ്മുടെ ബാക്കി പ്രോബ്ലംസും വരുന്നത്. അപ്പം ഞാൻ മറ്റേത് സോൾവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതാണ് കേട്ടോ. താങ്ക് യു.